പ്രൊഫസർ ഷാലി, ആരാണ് വഴിമാറ്റി വിട്ടത്? ആരുടെ കറുത്ത കരങ്ങളാണ് ഇതിന് പിന്നിൽ? അല്ല, ഇത് ഈ ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്നത് കഴിഞ്ഞ 1400 വർഷമായിട്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ജിഹാദി അക്രമത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അത് പല രൂപത്തിലും ഭാവത്തിലുണ്ട്. മുഗളന്മാരായി, കോൺഗ്രസ് ആയി, ഖിലാഫത്തായി, ലീഗായി, SDPI ആയി, TMC ആയി, അവാമി ലീഗായി, ഇതെല്ലാം സാധനം ഒന്ന് തന്നെ, ജിഹാദി ടെറർ. അതിന് പല ന്യായങ്ങളും പല കാര്യങ്ങളും പറയുന്നു. കർഷക സമരമാണെന്നും പറഞ്ഞ് കേരളത്തിൽ ഖിലാഫത്ത് നടത്തി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. പാർട്ടീഷന്റെ സമയത്ത് റസാക്കർമാർ കൂട്ടക്കൊല ചെയ്തു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സനാതനത്തെ ഇല്ലാണ്ടാക്കുമെന്നായിരുന്നു ഇന്ത്യ അലയൻസ് UPAയുടെ വാഗ്ദാനം. കഴിഞ്ഞ ഇലക്ഷനിൽ സനാതനത്തെ ഇല്ലാണ്ടാക്കും. അത് ജൂൺ 4-ാം തീയതി തുടങ്ങാനിരുന്നതാ. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഇച്ചിരി കുറഞ്ഞെങ്കിലും മോഡി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നു. അപ്പൊ സനാതനത്തെ ഇല്ലാണ്ടാക്കുന്ന പരിപാടി ഇന്ത്യയിൽ നടത്താൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അയലോക്കത്ത് നടത്തി, ബംഗ്ലാദേശിൽ നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഹസീന അമ്മച്ചി എന്ന് പറയുന്ന കക്ഷി നശിച്ചു കിടന്ന ബംഗ്ലാദേശിനെ 15% ഗ്രോത്ത് ആക്കി ഒരു നമ്മുടെ രാജ്യം പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ്. അവര് യാതൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ ഒരു കുറ്റാരോപണമില്ല, അഴിമതിയില്ല, ഒന്നുമില്ല. വെറുതെ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞ് പിള്ളേരെ ഇളക്കി വിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ CIA NRCക്കും കർഷക സമരവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കൂട്ട് കുറെ വ്യാജ സമരങ്ങൾ ഉണ്ടാക്കി. ഇപ്പം ഇന്ത്യ അലയൻസിലുള്ള എല്ലാ കമ്പോണൻസും രഹസ്യമായിട്ട് ഈ സമരത്തിന് ബംഗ്ലാദേശിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം വിചാരിക്കണം, 1 കോടി ബംഗ്ലാദേശി വോട്ടർമാർ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് 100 സീറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 1 കോടി ബംഗ്ലാദേശികളാണ് നുഴഞ്ഞു കയറി ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിരിക്കുന്നത്. അത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇത് ഇന്ത്യക്കിട്ട് വെച്ച പണിയാണ്. പക്ഷെ അത് ഇവിടെ നടത്താൻ ഒരു പ്രതിപക്ഷത്തിന് ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവ് ഉള്ളത് കൊണ്ടാണ് പയ്യെ അത് ബംഗ്ലാദേശിൽ നടത്തി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ ഇതിൽ ഇടപെടണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഭരണകൂടം ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. അവര് ഇടപെട്ടില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ 25% ബംഗ്ലാദേശികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ന്യായമായിട്ട് നമുക്ക് അവിടെ ഇടപെടാം. 25% അവിടുത്തെ ലാൻഡ് പിടിച്ചെടുത്തിട്ട് ഇവര് തിരിച്ചു പോയാലേ കൊടുക്കുള്ളൂ എന്ന് പറയാം. പർട്ടിക്കുലർലി രംഗ്പൂർ സ്റ്റേറ്റും ചിറ്റഗോങ് സ്റ്റേറ്റും എമർജൻസി ആയിട്ട് ഇന്ത്യ പിടിച്ചെടുക്കേണ്ട സ്ഥലങ്ങളാണ്. കാരണം അവിടെ സംഭവിച്ചിരിക്കുന്നത്, ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് തന്നെയാണ്. തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. നല്ല തീവ്രവാദിയും ചീത്ത തീവ്രവാദിയും ഇല്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ഇപ്പൊ ന്യൂട്രൽ അടിക്കുന്നതിന്റെ കാരണം ഈ പാകിസ്ഥാൻ ഉണ്ടാക്കിയ ലീഗും അവാമി ലീഗും ഈ വെൽഫെയർ, ബാക്കി ഇപ്പം അവിടെ ബംഗ്ലാദേശിൽ അലമ്പുണ്ടാക്കിയിരിക്കുന്ന ടീമുകളൊക്കെ പേര് മാറ്റാതെ ഒക്കെ ഇപ്പൊ UDF-ലും ഇന്ത്യ അലയൻസിലും ഉണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പട്ടികാഷ്ടം 10 മുറിച്ചിട്ട് നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടവും ഇല്ല. ഈ ഇന്ത്യ അലയൻസിലുള്ളതും ബംഗ്ലാദേശിലും ഉള്ള ജിഹാദി എല്ലാം ഒന്ന് തന്നെയാണ്. 1947 മുമ്പ് ഇവരെല്ലാം ഒന്നായിരുന്നു. എന്നിട്ട് ഇപ്പൊ പേര് മാറ്റി, ഞങ്ങൾ മാറി, എന്നിട്ട് അവർ നമ്മളെ മതേതരത്വം പഠിപ്പിക്കുക. അതൊന്നും അല്ല കാര്യം. കാരണം ഇത് ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇന്ത്യ അലയൻസിന്റെ ഒരു ട്രയൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കണം. ക്രിസ്ത്യാനികളെ ബുദ്ധന്മാരും അവിടെ കുറച്ചു പേരുണ്ട്, അവരെയും രക്ഷിക്കണം. ഇത് ഏറ്റവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത് അടിച്ചമർത്തണം. അല്ലെങ്കിൽ ഇവര് ബംഗ്ലാദേശ് കൊണ്ട് നിർത്തത്തില്ല. ഇന്നലെ തന്നെ അതിന്റെ പടങ്ങൾ വന്നിട്ടുണ്ട്. വിശാല ബംഗ്ലാദേശ് എന്നും പറഞ്ഞ് ബംഗാളിന്റെ, ആസാമിന്റെയും ബീഹാറിന്റെ ഒക്കെ ഭാഗങ്ങൾ ചേർത്ത് ഇന്ത്യയിലേക്ക് അക്രമം അയച്ചുവിടാനുള്ള പ്ലാനാണ് അവിടെ നടക്കുന്നത്. ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ചെയ്യേണ്ട കാര്യങ്ങൾ വ്ളാഡിമിർ പുടിൻ ചെയ്യുന്ന പോലെ ചെയ്യുക. വ്ളാഡിമിർ പുടിനെ ഉക്രൈൻ ഉപയോഗിച്ചു റഷ്യ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അയാൾ ആദ്യം കയറി അടിച്ചു. അതുകൊണ്ട് അയാൾ മിടുക്കനായിട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ അടി കിട്ടി, അവർ തിരിച്ചടിച്ചു. അതുപോലെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തെ ഒരു വ്യാജ സമരത്തിൽ കൂടെ അമേരിക്കയോ ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യ അലയൻസോ എല്ലാവരും കൂടി അട്ടിമറിച്ചു. അത് ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഇന്നോ നാളെയോ എന്താണെങ്കിലും അവരെ തിരിച്ചെടുപ്പിക്കാനുള്ള നയം നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം ഇതേ പടി തന്നെയാണ് ഇവിടെയും ഈ ഫ്രാജിൽ 5 കിടന്ന് ഇന്ത്യയെ 10 വർഷം കൊണ്ട് സൂപ്പർ പവർ ആക്കിയ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആലോചിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സംതൃപ്തിയുണ്ട്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു, നജിബുള്ള കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പോലെ. അതായത് ആ ഒറ്റ കാര്യത്തിൽ മാത്രം, സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തെ ഏത് രാജ്യം എടുത്താലും പൊളിറ്റിക്കൽ പിമ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. അവരെ കെട്ടിത്തൂക്കിയിട്ടതിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കാരണം ഇപ്പൊ ഒരു കാര്യമുണ്ട്, മോഡി കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല ചെയ്യപ്പെട്ടിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോളിറ്റ് ബ്യൂറോ ഒന്നും ട്വീറ്റ് പോലും ചെയ്തില്ല. പേടിച്ചിരിക്കുക. മോഡിജി ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരെ തിരുവനന്തപുരത്ത് മാൻഡ്രയ്ക്കൊക്കെ ഇതുപോലെ തൂങ്ങിക്കിടന്ന് ആടുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ.
ഈ മോഡിജിക്ക് ഇപ്പൊ ഇപ്രാവശ്യം ജൂൺ 4-ാം തീയതി റിസൾട്ട് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇന്ത്യയെ തന്നെ കിടന്ന് ആടിയേനെ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ ഭരണം ഒരു സ്റ്റേബിൾ ഭരണം ഉള്ളതുകൊണ്ടാണ് ഇത് നടത്താത്തത്. എന്ന് മാത്രമല്ല ഗവൺമെന്റ് കൃത്യമായ സമയത്ത് നടപടി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് നടപടി എടുത്തില്ലെങ്കിൽ അവരിങ്ങോട്ട് ഇതുകൊണ്ട് നിൽക്കത്തില്ല. ചിട്ടിക്കമ്പനി നടത്തിയവന് നോബൽ സമ്മാനം കൊടുത്ത് അവനെ തീവ്രവാദിയുടെ നേതാവാക്കി വെച്ചിട്ട് അവൻ മഹാനാണെന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ചിട്ടിക്കമ്പനി നടത്തിക്കൊണ്ടിരുന്നവനും ഈ നോബൽ പ്രൈസ്, ബുക്കർ പ്രൈസ്, പിന്നെന്താ മക്സസ്, ഇതെല്ലാം ഈ സായിപ്പന്മാര് ബാക്കിയുള്ള ആൾക്കാർക്ക് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇവിടുത്തെ തീവ്രവാദികൾക്കൊക്കെ പിന്തുണ കൊടുക്കുന്നതാണ്. ഇവിടെ ഒരുത്തനുണ്ട് നോബൽ സമ്മാനമൊക്കെ മേടിച്ചിട്ട് പമ്മി ഇരിപ്പുണ്ട്. ഇന്ത്യയിൽ കലാപം ഉണ്ടായി കഴിയുമ്പോൾ സൂത്രത്തിൽ വന്ന് പ്രധാനമന്ത്രിയാകാൻ അമർത്യ സെൻ ഇരിപ്പുണ്ട. പിന്നെ കൂടെ അറിയോ, അതായത് ഇതൊന്നും ആരും മനസ്സിലാക്കാതെ ഒന്നുമല്ല. അതായത് ഇതിന്റെ മൊത്തം ആണിക്കല്ല് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പോ പിമ്പെടുത്താലും ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള എല്ലാ ഹിന്ദു ജനസൈഡിന്റെ ഉത്തരവാദിത്വം ഗാന്ധി, നെഹ്റു, കോൺഗ്രസ് തന്നെയാണ്. അത് ഖിലാഫത്ത് ഗാന്ധിയാണ് അവിടെ ഒന്ന് തുടങ്ങി വെച്ചത്. കോഴിക്കോട് എല്ലാ സ്ഥലത്തും അവരാണ് അവരെ വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഇതിന് കൃത്യമായ പ്രൊമോഷനും ഇന്റർനാഷണൽ റെക്കഗ്നീഷനും കൊടുക്കുന്നത് കോൺഗ്രസും ഇന്ത്യ അലയൻസും ആണ്. അതിനൊരു തർക്കമില്ല. കാരണം അവരിവിടെ ഇപ്പം ടക്കിയ വലിച്ചോണ്ടൊന്നും കാര്യമില്ല. ഇവർ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പം 2021 മെയ് മാസത്തില് മമത റീഎലക്ട് ചെയ്യപ്പെട്ടപ്പം ഏകദേശം 10,000 ഹിന്ദുക്കളുടെ വീട് കത്തിക്കുകയും അത്രയും തന്നെ ബലാത്സംഗവും അക്രമവുമാണ് അവിടെ നടന്നത്. 1,00,000 ആൾക്കാർ ആസാമിലോട്ട് ഓടേണ്ടി വന്നു. അപ്പൊ ഇവര് ഈ ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്ടികളും ഈ ബംഗ്ലാദേശിൽ കാണിക്കുന്ന പരിപാടികൾ ഇവിടെയും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല ഡൽഹി കലാപം ഇതെല്ലാം ഇവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് ഇതിൻ്റെ അകത്ത് പങ്കില്ല എന്നോ പിന്തുണയ്ക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പപ്പു, പിങ്കി, മമ്മി ടീമുകളൊക്കെ മിണ്ടാണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഇവർ തന്നെയാണ് ഇതിന്റെ പുറകില്. ഇവരുടെ ആളാണ് അവിടെ കയറിയിരിക്കുന്നത്. ഈ നോബൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കുന്നത് ഇവരുടെ ആള് തന്നെയാണ്. പക്ഷെ ഇതിനൊരു കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാവും. അതിനകത്ത് ഒരു കാര്യം ഇനിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഭരണകർത്താക്കളും കൂടെ മനസ്സിലാക്കുക, ജിഹാദിക്കകത്ത് നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല. അതെല്ലാം ഒരേ ജിഹാദി. 1400 വർഷമായിട്ട് ഹിന്ദുവിനെ, സനാതന ധർമ്മത്തെ, ഇന്ത്യയും ഇല്ലാണ്ട് ആക്കാൻ ശ്രമിക്കുന്ന ജിഹാദിയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നല്ലതും ചീത്തയും ഒന്നുമില്ല. നടപടി എടുക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ശക്തമായ നടപടി ബംഗ്ലാദേശില് ഈ 1400 വർഷം ബംഗാളിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾക്കിട്ട് ചെയ്ത ദ്രോഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള രീതിയിൽ, അത് ന്യൂക്ലിയർ വേണേ ന്യൂക്ലിയർ, അല്ലാത്തത് വേണേ അല്ലാത്തത്, കൃത്യമായ സാധനം കൊടുത്തില്ലെങ്കിൽ ഇത് ഇന്ത്യയിലോട്ട് പടരും. അപ്പൊ ഇത് ഒരു കാരണം എനി മൊമെന്റ് ഇവർക്ക് ഇന്ത്യ അലയൻസിന് ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെ ജൂൺ 4-ാം തീയതി തന്നെ ഇത് ഇന്ത്യ നടന്നേനെ. ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ഇന്ത്യ നടക്കാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലൊക്കെ ഇത് മറ്റു മീഡിയകൾ ഇത് പറയാത്തതും, മറ്റു മീഡിയകൾ ഇതിനെ ഒതുക്കി വെക്കുന്നതും, കോൺഗ്രസ്സുകാരൊക്കെ ന്യൂട്രടിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ ന്യൂട്രടിക്കുന്നതും, ഞങ്ങൾക്ക് ഇത് പറ്റിയില്ലല്ലോ, അയലോക്കംകാരൻ ഇത് പറ്റിയല്ലോ എന്നുള്ള ഒരു കുഞ്ഞു ദണ്ണവും കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ഇത് നടക്കാത്തതിന്റെ ദണ്ണമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ട്വീറ്റിൽ കൂടെ ഇത് ഇത് കൂട്ടാം. എന്താണ് ഇന്ത്യ അലയൻസിന്റെ ജയറാം രമേശ്, മറ്റേ ഖുർഷിദ്, ഇയാള് യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന സലീം അഹമ്മദ്, അങ്ങനെയുള്ള പല ആൾക്കാര് ഇതിന്റെ അകത്ത് എക്സ്പെർട്ട്. ഞാൻ ഇവരുടെ എല്ലാം ട്വീറ്റ് കണ്ടു. ഇന്ത്യയിൽ ഇത് നടക്കാത്തതിന്റെ വിഷമമാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് നടത്താൻ മേലായിരുന്നോ? കോൺഗ്രസിനോട് ആര് പറഞ്ഞു? കോൺഗ്രസിന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ജൂൺ 4-ാം തീയതി നടത്തണമായിരുന്നു. അതിന്റെ മറുപടി ഗവൺമെന്റ് കാണിച്ചു കൊടുത്തേനെ. ഇവരിപ്പോ ഇരുന്ന് വിഷമിക്കുമൊന്നും വേണ്ട. കോൺഗ്രസ് എന്ത് അസംബന്ധ പറയുന്നത്? കോൺഗ്രസിന് ധൈര്യം ഉണ്ടായിരുന്നു, നടത്തണമായിരുന്നു. നിങ്ങളെ ഞങ്ങൾക്ക് ധൈര്യം ഇറങ്ങുക. നിങ്ങൾ ഈ ആസാദിയായിട്ടൊന്ന് ഇറങ്ങി നോക്ക്. കേരൾ ബാങ്കെ ആസാദി വിളിച്ചതല്ലേ? പറ്റിയോ? ഇന്ത്യ കേരൾ ബാങ്കെ ആസാദി, ആസാം ബാങ്കെ വിളിച്ചതല്ലേ? കിട്ടിയോ? എന്തെങ്കിലും അസംബന്ധം വിളിച്ച് പറയരുത്. ജനാധിപത്യ വേദിയാണ്. നിങ്ങൾ മര്യാദയും മാന്യതയും അതായത് ഇവർ ഈ ഒരു 20ഓളം കോൺഗ്രസ് നേതാക്കന്മാരുടെ ട്വീറ്റ് എടുത്ത് നോക്ക്, ഇന്ത്യ അലയൻസിന്റെ എക്സ് ഹാൻഡിലറുടെ ട്വീറ്റ് എടുത്ത് നോക്ക്. ഇന്ത്യയിൽ ഇത് നടക്കാൻ പറ്റാത്തതിന്റെ ദണ്ണം മാത്രമാണ് അവരുടെ ട്വീറ്റിലുള്ളത്. ഞാൻ അവർക്ക് എല്ലാവർക്കും മറുപടി ഇട്ടു. ഇറങ്ങി ചേട്ടാ റോഡിലോട്ട്. ഗവൺമെന്റും റെഡിയാണ്, ഭരിക്കുന്ന കക്ഷി ഇവിടെ റെഡിയാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യത്തിലൊന്നും അല്ല ഭരിക്കുന്നത്. ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് ഭരിക്കുന്നത്.
ഇത്രയും നാളായിട്ട് ജൂൺ 4 തുടങ്ങി ഇപ്പൊ 2 മാസമായി ഇവിടുത്തെ പ്രതിപക്ഷം ഈ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ പ്രതിപക്ഷം ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ബംഗ്ലാദേശിലെ പ്രതിപക്ഷവും ഇത് തന്നെയാണ് ചെയ്തത്, ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷം ഇതുവരെ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് വായ്ത്താരി ഒന്നും ആരും പറയണ്ട. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിക്കുക, അല്ലെങ്കിൽ റോഡിലോട്ടല്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി നോക്കാം, അതിന്റെ മറുപടി ഇന്ത്യൻ ഗവൺമെന്റ് തരും. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ കാര്യമാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ.